ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 14. ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും അതിപ്രധാനമായ ഒരു വേദഭാഗമാണ് ഉൽപ്പത്തി 14-ാം അധ്യായം. രാജാക്കന്മാർ തമ്മിലുള്ള സഖ്യവും നാടകീയമായ രക്ഷാദൗത്യവും മൽക്കീസേദേക്കുമായുള്ള നിഗൂഢമായ കൂട്ടിമുട്ടും ഈ അധ്യായത്തിൽ കാണാം. ദൈവത്തിൻ്റെ പരമാധിപത്യവും സത്യസന്ധമായ നേതൃത്വ പാടവത്തിൻ്റെ ഉദാഹരണവും യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സൂചനകളും ഒക്കെ ഈ അധ്യായം ഗൗരവമായി പഠിക്കുമ്പോൾ ചുരുളഴിയുന്നു. വേദപുസ്തകത്തിൽ ഒരു യുദ്ധത്തെപ്പറ്റി ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ അധ്യായത്തിലാണ്. അബ്രാം ഒരു യുദ്ധത്തിൽ പങ്കാളിയാകുന്നതും ഇവിടെ തന്നെ. ലോത്ത് താമസിക്കാൻ ചെന്നു ചേർന്ന രാജ്യമായ സോദോമിലെ രാജാവ് ബേര, ഗൊമോറ, അദുമ, സെബോലിം, ബേല എന്നീ യോർദാൻ പ്രദേശത്തുള്ള മറ്റ് 4 രാജ്യങ്ങളുമായി സഖ്യതയിലായിരുന്നു. എന്നാൽ മെസോപ്പൊട്ടോമിയൻ രാജ്യങ്ങളായ ഏല, ഷിനാർ, എലാസാർ, ഗോയിം എന്നീ രാജ്യങ്ങളിലെ രാജാക്കന്മാർ കെദോർ ലായമോറിന്റെ നേതൃത്വത്തിൽ അവരെ കീഴടക്കി കപ്പം വാങ്ങിച്ചുകൊണ്ടിരുന്നു. 12 വർഷം കഴിഞ്ഞപ്പോൾ അവർ കെദാർ ലയോമറിനോട് മത്സരിച്ചു. 14-ാം വർഷം കെദാർ ലയോമരും അമ്രാഫേലും അരിയോക്കും തിദാലും ചേർന്ന് 5 രാജാക്കന്മാർക്കെതിരെ യുദ്ധം നടത്തി. ഇപ്പോൾ ഉപ്പുകടലായി മാറിയ സിദ്ദിം താഴ്വരയിൽ വെച്ചായിരുന്നു ഈ ഏറ്റുമുട്ടൽ. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ സോദോം രാജാവും ഗൊമോറ രാജാവും സിദ്ദീം താഴ്വരയിൽ ഉണ്ടായിരുന്ന പശ നിറഞ്ഞ കുമ്മായ കുഴികളിൽ വീണു. മറ്റു രാജാക്കന്മാർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സോദോമിലും ഗൊമോറയിലും ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളും ഒപ്പം ലോത്തിനെയും അവന്റെ സകല സമ്പത്തിനെയും മെസോപ്പൊട്ടോമിയൻ രാജാക്കന്മാർ കൊണ്ടുപോയി. രക്ഷപ്പെട്ടവരിൽ ഒരാൾ വന്ന് എബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു. എബ്രായൻ എന്ന പദം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതായി നാം ആദ്യം കാണുന്നത് ഇവിടെയാണ്. അബ്രാം തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളെയും കൂട്ടിക്കൊണ്ട് ദാൻ വരെ അവരെ പിന്തുടർന്നു. രാത്രിയിൽ അബ്രാം തൻ്റെ യോദ്ധാക്കളെ പല സംഘങ്ങളായി തിരിച്ച് ദമ്മേശക്കിൻ്റെ വടക്ക് ഹോബ വരെ അവരെ പിന്തുടർന്ന് തോൽപ്പിച്ചു. സമ്പത്തെല്ലാം തിരിച്ചു പിടിച്ച് ലോത്തിനെയും സ്ത്രീകളെയും ആളുകളെയും അവർ മടക്കിക്കൊണ്ടുവന്നു. വിജയശ്രീലാളിതനായി മടങ്ങി വരുന്ന അബ്രാമിനെ സോദോം രാജാവായ ബേറ രാജതാഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വര വരെ എതിരേറ്റിയിരുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ ശാലേൻ രാജാവ് മൽക്കീസേദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് മൽക്കീസേദേക്ക് അബ്രാമിനെ അനുഗ്രഹിച്ചു. ഒരാമുഖവുമില്ലാതെ, ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് പറയാതെ, ദൈവവുമായുള്ള ബന്ധം എന്താണെന്ന് വെളിപ്പെടുത്താതെ എവിടെ നിന്നോ പൊട്ടി വീണതുപോലെയാണ് മൽക്കീസേദേക്ക് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ നിഗൂഢമായ പ്രത്യേകതകൾ കാരണമാണ് എബ്രായ ലേഖകൻ മറ്റൊരു മഹാപുരോഹിതനായ കർത്താവായ യേശുക്രിസ്തുവുമായി അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത്. എബ്രായർ 5 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളും കൂടാതെ സങ്കീർത്തനം 110-ന്റെ 4-ാം വാക്യവും വായിക്കുക. മൽക്കീസേദേക്ക് എന്ന വാക്കിന്റെ അർത്ഥം നീതിയുടെ രാജാവെന്നാണ്. ശാലേം എന്നാൽ സമാധാനം. ശാലേമാണ് പിന്നീട് യെരുശലേമാകുന്നത്. വേദപുസ്തകത്തിൽ ദശാംശം വാങ്ങുന്നതും കൊടുക്കുന്നതും ആദ്യമായി ഇവിടെയാണ് കാണുന്നത്. അപ്പവും വീഞ്ഞും നൽകുന്നതും ആദ്യമായി ഇവിടെ കാണും. പഴയ നിയമത്തിൽ ദർശിക്കുന്ന ക്രിസ്തുവിൻ്റെ ദിവ്യ വെളിപ്പെടുത്തലുകളിൽ, അതായത് തിയോഫനിയിൽ ഒന്നാണ് മൽക്കീസേദേക്കിൻ്റെ എന്ന് ചില വേദപുസ്തക പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ഇവിടെ കാണുന്ന അപ്പവും വീഞ്ഞും തിരുമേശയുടെ മുൻകുറിയാണെന്ന് കരുതുന്നവരും ഉണ്ട്. അബ്രഹാമിൻ്റെ വിജയം അത്യുന്നതനായ ദൈവം നൽകിയതാണെന്ന് മൽക്കീസേദേക്ക് അബ്രാമിനെ ഓർമ്മിപ്പിക്കുന്നു. ശാലേൻ രാജാവിനോട് ചേർന്നുള്ള ആരാധന
തീരുന്നതുവരെ അബ്രാം സോദോം രാജാവായ ബേരയെ ഗൗനിക്കുന്നതേയില്ല. അത് കഴിഞ്ഞപ്പോൾ സോദോം രാജാവിൻ്റെ ആവശ്യത്തിന് അബ്രാം മറുപടി നൽകി. ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്നായിരുന്നു ബേരായുടെ അഭ്യർത്ഥന. എന്നാൽ മഹത്വം ദൈവത്തിനുള്ളതെന്ന് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനിൽ നിന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ മനസ്സിലാക്കിയ അബ്രാം സോദോം രാജാവിൻ്റെ വാഗ്ദാനം ശക്തമായി നിരാകരിച്ചു. അവൻ തൻ്റെ കൈ ഉയർത്തി ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് സത്യം ചെയ്ത് പറഞ്ഞു, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ ഒരിക്കലും പറയാതിരിക്കേണ്ടതിന് ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ നിന്ന് യാതൊന്നും എടുക്കുകയില്ല. എന്നാൽ അബ്രാമിൻ്റെ സഹായികളായി ഏറ്റുമുട്ടലിൽ പങ്കെടുത്ത ആനേർ, എസ്കോൾ, മമ്രേ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും ബാല്യക്കാർ ഭക്ഷിച്ചതും അവർ എടുത്തുകൊള്ളട്ടെ എന്ന് അബ്രാം അഭിപ്രായപ്പെട്ടു. അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായ ഉണ്ടാകാവുന്ന അനന്തര ഫലങ്ങളും പഴയ നിയമത്തിലെ ക്രിസ്തു ദർശനവും മനുഷ്യന്റെ അവസ്ഥകളിൽ വ്യാപരിക്കുന്ന ദിവ്യ കരങ്ങളുമെല്ലാം ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.